പറഞ്ഞത് ആരാണ് എന്നൊന്ന് കേട്ടോളൂ ഇൻഷാ അല്ലാഹ്. കേട്ടോളും കേട്ടില്ലേ? ഒക്കെപ്പാടെ കൂട്ടിയൊരു വിലയിരുത്തലുണ്ട്. ഇതൊക്കെ പാടെ കൂട്ടിയിട്ടുണ്ട്. റെഡി ടോർച്ചും നേലും ഒക്കെ പാടെ കൂട്ടിയിട്ടുണ്ട്. അവന്റെ അണ്ണാക്കിക്ക് ഒരു കൊടുത്തി കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കേട്ടോളൂ. ഞങ്ങൾക്കൊരു ടെസ്റ്റ് വേണം. ബഹുമാനപ്പെട്ട കോടതി അവരോട് ചോദിച്ചു, നിങ്ങൾ ടെസ്റ്റ് ചെയ്യും? അവര് പറഞ്ഞു, ആ മുടി തന്നാൽ ഞങ്ങൾ ആ മുടിയിലേക്ക് ടോർച്ച് നിൽക്കിയാൽ അതിന് നിഴല് വരുമോ ഇല്ലയോ? അതിന് നിഴലുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. അതിന് നിഴല് വരുന്നുണ്ടോ? അത് മുഹമ്മദ് നബിയുടെ മുടിയല്ല. നിഴല് ഇല്ലെങ്കിലേ ഞങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അവരെ അടിച്ചു എന്നാണ്. ആ രോമത്തിനും ആ മുടിക്കും നിഴല് വന്നില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് സുഹൃത്തുക്കളെ മമ്പി ഈദി. മമ്പീതി എന്ന് പറയണ ഈ മമ്പീതിയാണ് ഈ പറഞ്ഞത്. അതായത് എങ്ങനെയാണ് നേരെ പരിശോധിക്കല്? ഒരു ടോർച്ച് ഞങ്ങൾ അതിലേക്ക് കണ്ട് അടിച്ചു നോക്കും. കോടതിനോടാ പറയണതേ, ഇത് റസൂലുള്ളാന്റെതാണോ അല്ലേ നിങ്ങൾ എങ്ങനെ പരിശോധിക്കും? അപ്പൊ ഞങ്ങളൊരു ടോർച്ച് ഈ മുടിയിലേക്ക് അങ്ങ് അടിച്ചു നോക്കും. അങ്ങനെ ടോർച്ച് അടിച്ചുകൊണ്ട് അതിൽ നേര് കണ്ടാലോ അത് റസൂലുള്ളാന്റെ അല്ല കേട്ടോ. അതിൽ നേരില്ലെങ്കിലേ അത് റസൂലുള്ളാന്റെതാവുകയുള്ളൂ കേട്ടോ. ഇനി എന്റെ പ്രിയമുള്ള ആളുകളെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. ജനുവരി 28 2012 കോഴിക്കോട്ടിന്റെ നഗരിൽ വെച്ച് ആയിരക്കണക്കിന് ആളുകൾ ടോർച്ചടിച്ചുകൊണ്ട് നേര് കണ്ട മുടി നബിയുടേതാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് നീ പറഞ്ഞതട മമ്പീതി? അതേറ്റു പറഞ്ഞത് എന്തുകൊണ്ടാണ് ആഴ്സനി? നിങ്ങൾ പൊട്ടന്മാരല്ലെങ്കിൽ പൊട്ടന്മാരാരാണ് സഖാഫികളെ? ചോദിക്കാതിരിക്കാൻ പറ്റും നമുക്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. എന്താ വരെ വർത്താനം? അതിന് നേര് കണ്ടാൽ, ടോർച്ചടച്ചിട്ട് നേര് കണ്ടാൽ അത് റസൂലുള്ളാന്റെ അല്ല കേട്ടോ. കാലമമ്പീരി ല്ലേ? നേര് കണ്ടാലേ അത് റസൂലുള്ളാന്റെ അല്ല കേട്ടോ. കാലമമ്പീരി. നിങ്ങളെല്ലാ ഇതി ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങളെ എന്താ ഞങ്ങൾ ഇനി വേറെ കണ്ട് ഇൻഷാ അല്ലാഹ് ഒക്കെപ്പാടം ഇടണ്ടല്ലോ നിർത്തിയിട്ടാ. ഇഞ്ഞിതിന്റെ ഒരു മാലപ്പടക്ക. ഒരു സെക്കൻഡ് ഞങ്ങൾ ഇരുന്നാൽ, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഞങ്ങളൊരു സെക്കൻഡ് ഇരുന്ന് നിങ്ങളെ ഒന്ന് സെർച്ച് ചെയ്താൽ, ഒരു ടോർച്ച് അടിച്ചു നോക്കിയാൽ, യൂട്യൂബിലേക്ക് ഒരു ടോർച്ച് അടിച്ചാൽ നിങ്ങളുടെ സഫാത്തിന്റെ മാലപ്പടക്കം തന്നെ സൃഷ്ടിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. നോക്കിക്കോളൂ നിങ്ങൾ ഇൻഷാ അല്ലാഹ്. നിങ്ങളെ ഞങ്ങൾ വിടുന്ന പ്രശ്നമല്ല. നിങ്ങളെ ഞങ്ങൾ വിടുന്ന പ്രശ്നമല്ല. നേല് നോക്കാൻ പറഞ്ഞാൽ അത് പരീക്ഷിച്ചിട്ട് ഉറപ്പ് വരുത്താൻ പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളെ നിരീശ്വരവാദികളും യുക്തിവാദികളും രാമസിദ്ധാന്തക്കാരും ഹൈന്ദവന്മാരും ഒക്കെയാക്കി ചിത്രീകരിക്കുന്ന വൃത്തികെട്ട മനുഷ്യ, നിന്നെ ഞങ്ങൾ വിടൂലടാ. അന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. നിന്റെ യാത്ര ആഖിറത്തിലേക്ക് നടത്തുന്നത് വരെ, നിന്റെ പരലോക യാത്ര വരെ നിന്റെ പിന്നാലെ ഞങ്ങളുണ്ടാകും. SKSSFന്റെ പുലിക്കുട്ടികൾ ഉണ്ടാവും. വിടൂലടാ എന്നെ, വിടൂ. അന്റെ യാത്ര പരലോകത്തിലേക്ക് ടിക്കറ്റ് എടുക്കുന്നത് വരെ എന്റെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നാളെ മാശറയിൽ വന്ന് നിനക്കെതിരെ ഞങ്ങൾ സാക്ഷി പറയും. നിങ്ങൾ നിന്റെ ഈ യുക്തിവാദം കൊണ്ട്, നിന്റെ ഈ നിരീശ്വരവാദം കൊണ്ട്, നിന്റെ ഈ മൗദൂദീസം കൊണ്ട്, നിന്റെ ഈ വഹാബീസം കൊണ്ട് നീ നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ആളുകൾ നിനക്കെതിരെ സാക്ഷി പറയും. ഒരു സംശയം കരുതണ്ട. എന്താ മനസ്സിലാക്കിക്കുന്നത്? എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ആളുകളെ ഈ രൂപത്തിൽ വട്ടം കറക്കേ. ടോർച്ചടിച്ചു നോക്കിയിട്ട് നേല് കണ്ടാൽ അത് റസൂലുള്ളാന്റെതല്ല എന്ന് വിശ്വസിക്കും എന്ന് പറഞ്ഞ മമ്പീതി എവിടെടാ? ഇപ്പൊ മമ്പീതി ധൈര്യമുണ്ടോ? മമ്പീതി എടുക്കാൻ തുറന്ന് പറയാപ്പോ ഉണ്ടോ? ടോർച്ചടിച്ച് ആയിരക്കണക്കിന് ആളുകൾ, നിങ്ങളടക്കം ലക്ഷക്കണക്കിന് ആളുകൾ ടോർച്ചടിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ നഗരവീതിയിൽ പ്രദർശിപ്പിക്കപ്പെട്ട കേശത്തിന് നേര് കണ്ട ശേഷം വീണ്ടും അത് ഏറ്റുവാങ്ങിക്കൊണ്ടത് പ്രവാചകന്റേതാണെന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുക്കിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ സാമ്പത്തികമായും ആത്മീയമായും ചൂഷണം ചെയ്ത ചൂഷക, നിനക്കെതിരെ ഞങ്ങൾ ഒരു പടപ്പുറപ്പാടുമായി ഇതാ നിനക്ക് പിന്നാലെ ഈ വരുന്ന ഏപ്രിൽ 19 മുതൽ 28 വരെ ഇൻഷാ അല്ലാഹ്. എന്താ നിങ്ങൾ മനസ്സിലാക്കിക്കുന്നത്? നിങ്ങളെ നീ വിടുന്ന പ്രശ്നമല്ല. കൊണ്ടുവരിങ്ങളെ ഏത് അഹ്സനുണ്ടെങ്കിലും ഏത് സക്കാഫുണ്ടെങ്കിലും സാക്ഷാൽ ആ കോമരത്തെ തന്നെ കൊണ്ടുവരും. ആ രോമ കോമര